നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. MDMAയുമായി യുവാവ് എക്സൈസ് പിടിയിലായത് തങ്കളം സ്വദേശി അനന്തു. പ്രതി പിടിയിലായത് പായിപ്പടയിൽ നിന്ന് 12 ഗ്രാം MDMA പിടിച്ചെടുത്തു. മൂവാറ്റുപുഴ കാർഷികോത്സവത്തിൽ കൗതുകമായി ആസ്ട്രോ പവലിയൻ സ്റ്റാൾ. ശാസ്ത്രബോധമുണർത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്ന നിരവധി മാതൃകകളും ഉപകരണങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. രണ്ടർക്കര EC ഇന്റർനാഷണൽ പ്രീ സ്കൂളിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്യും. LSRW മെത്തേഡ് അനുസരിച്ചാണ് സ്കൂളിന്റെ പഠന രീതി. യുവദീപ്തി KCYM കോതമംഗലം രൂപത വാർഷിക കൗൺസിലും തെരഞ്ഞെടുപ്പും നടത്തി. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത ബിഷപ്പ് മാർ ജോർജ് മടത്തിങ്കണ്ടത്തിൽ. മൂവാറ്റുപുഴ കാർഷികോത്സവം 2025 മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാൾ ശ്രദ്ധേയം. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഡിസ്പ്ലേ ബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. 12 ഗ്രാം MDMAയുമായി യുവാവ് മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ. തങ്കളം സ്വദേശി അനന്തു അജിയാണ് പായിപ്പടയിൽ നിന്നും എക്സൈസ് പിടികൂടിയത്. MDMAയുമായി യുവാവ് മൂവാറ്റുപുഴ എക്സൈസ് പിടിയിൽ. കോതമംഗലം തങ്കളം സ്വദേശി ആലപ്പാട്ട് അനന്തു അജിയെയാണ് മൂവാറ്റുപുഴ എക്സൈസ് സംഘം പായിപ്പടയിൽ നിന്നും പിടികൂടിയത്. ലഹരി ഉപയോഗിക്കുന്ന യുവാക്കൾ കേന്ദ്രീകരിച്ച് പായിപ്പട സമഷ്ടിപ്പടിയിൽ വ്യാഴാഴ്ച പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് 12.085 ഗ്രാം MDMAയുമായി പ്രതി പിടിയിലായത്. 2600 രൂപയും മൊബൈൽ ഫോണും എക്സൈസ് സംഘം പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തു. മുൻപ് MDMAയുമായി പിടിയിലായ തൃക്കളത്തൂർ സ്വദേശികളായ 2 യുവാക്കളിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്നാണ് അനന്തുവിനെ അറസ്റ്റ് ചെയ്തത്. അനന്തു ആലുവ സ്വദേശി ടോണി എന്നയാൾക്ക് MDMA വാങ്ങുന്നതിനായി പണം കൈമാറുകയും ഇയാളിൽ നിന്ന് 20 ഗ്രാം MDMA വാങ്ങി വിൽപ്പന നടത്തി വരികയുമായിരുന്നു. 75,000 രൂപയ്ക്ക് ആലുവയിൽ നിന്നാണ് പ്രതി MDMA എത്തിച്ചതെന്നും മറ്റൊരു പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ പറഞ്ഞു. യുവാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന 2 ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ അനന്തു അജി എന്ന ആളിലേക്ക് എക്സൈസ് എത്തിച്ചേരുന്നത്. ഇന്ന് പുലർച്ചെ അനന്തു അജിയെ നമ്മൾ ഈ പായപ്രക് സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാള് ഇപ്പോ തന്നിട്ടുള്ള മൊഴി പ്രകാരം ഒരു ടോണി എന്ന് പറയുന്ന ആൾക്ക് 75,000 രൂപ കൊടുത്തിട്ടാണ് 20 ഗ്രാം MDMA വാങ്ങിയതായിട്ടാണ് മൊഴി നൽകുന്നത്. അയാളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ നമ്മൾ പരിശോധിച്ചു വരികയാണ്. ടോണി നേരത്തെ ഇയാളുടെ വീടിന് അടുത്ത് തന്നെ കോതമംഗലത്ത് താമസിക്കുന്ന ആളാണ്. ഇപ്പോൾ ആലുവ ഭാഗത്താണ് താമസിക്കുന്നത്. പ്രതിയോട് ഒന്നിച്ചു പോയി കഴിഞ്ഞ ദിവസം 6/5/24-25 തീയതിയിൽ പ്രതിയോട് ഒന്നിച്ചു പോയി ആലുവയിൽ നിന്ന് ഇവർ ഒരുമിച്ച് MDMA വാങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാളുടെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽ ട്രാൻസാക്ഷൻ പരിശോധിച്ചതിൽ, ഈ സാമ്പത്തികമായ ട്രാൻസാക്ഷൻ പരിശോധിച്ചതിൽ ഒരു 54,000 രൂപയുടെ ട്രാൻസാക്ഷൻ ഇപ്പോൾ കാണുന്നുണ്ട്. ബാക്കി 20,000 രൂപ കടവുകൂടെ പറഞ്ഞിട്ട് 74,000 രൂപയ്ക്കാണ് 20 ഗ്രാം MDMA വാങ്ങിയതായിട്ടാണ് പ്രതി ഇപ്പോൾ. അസീസ്, അജയ് കുമാർ, ഉമ്മർ, ഷബീർ, മാഹിൻ, ബിജു, അനിത എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മൂവാറ്റുപുഴ കാർഷികോത്സവത്തിൽ കൗതുകമായി ആസ്ട്രോ പവലിയൻ സ്റ്റാൾ. കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുകയും ശാസ്ത്രബോധം ഉണർത്തുകയും ചെയ്യുന്ന നിരവധി മാതൃകകളും ഉപകരണങ്ങളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ EEC മാർക്കറ്റ് ഗ്രൗണ്ടിൽ നടന്നുവരുന്ന മൂവാറ്റുപുഴ കാർഷികോത്സവം 2025 കൗതുകമായി ആസ്ട്രോ പവലിയൻ സ്റ്റാൾ. ദേശീയ സംഘടനയായ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മേളയിൽ സ്റ്റാൾ ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുകയും ശാസ്ത്രബോധം ഉണർത്തുകയും ചെയ്യുന്ന നിരവധി മാതൃകകളും ഉപകരണങ്ങളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളെ അകറ്റി ശാസ്ത്ര മനോഗതി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേളയിൽ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികളായ തൊടുപുഴ ന്യൂമാൻ കോളേജ് റിട്ടയർഡ് അധ്യാപകൻ ജോ ജേക്കബ്, പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടെക്നോളജി റിട്ടയർഡ് പ്രൊഫസർ PN തങ്കച്ചൻ എന്നിവർ പറഞ്ഞു. ഇവിടെ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ഒരു സ്റ്റോളാണ്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു നാഷണൽ സംഘടനയാണ്. പൊതുജനങ്ങളിലും കുട്ടികളിലും ഒക്കെ ശാസ്ത്രബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാനും ശാസ്ത്ര മനോഗതി വളർത്താനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇവിടെ മൂവാറ്റുപുഴ കാർഷികോത്സവത്തിൽ വരുന്ന ആളുകളോട് ശാസ്ത്രീയമായ കാര്യങ്ങൾ സംസാരിക്കുക, അവരെ ശാസ്ത്രത്തിന്റെ തത്വങ്ങൾ വിവരിച്ചു കൊടുക്കുക മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സ്റ്റോള് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ വളരെ രസകരമായ, കുട്ടികൾക്കൊക്കെ വളരെ രസകരമായ, എന്നാൽ അതിൻ്റെ പിന്നിൽ ശാസ്ത്രതത്വങ്ങളുള്ള കുറേ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് അവർക്ക് കാണാനുള്ള സംഗതികളും എല്ലാം ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ISRO റോക്കറ്റ് മാതൃക, വിവിധതരം ശാസ്ത്രോപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്.
കുട്ടികൾക്കും മുതിർന്നവർക്കും രസകരമായി ആസ്വദിക്കുന്നതോടൊപ്പം ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കാനും പരീക്ഷിക്കാനും ആസ്ട്രോ പവലിയൻ സ്റ്റാളിൽ എത്തിയാൽ സാധിക്കും. രണ്ടടക്കര ഈസി ഇന്റർനാഷണൽ പ്രീ സ്കൂളിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ഈ സ്കൂൾ എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഭാഗത്തുണ്ട്. അതിൻ്റെ ഒരു ബാക്കി എന്നോണം നമ്മുടെ ഈ മൂവാറ്റുപുഴ പ്രദേശത്തും ഈസി ഇൻ്റർനാഷണൽ പ്രീ സ്കൂൾ ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തി ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽപ്പെട്ട ഒന്ന് രണ്ട് പേര് നിങ്ങളോട് സംസാരിക്കും. നാളെ ഇതിൻ്റെ ഇനാഗുറേഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ MLA മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ നിർവഹിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച നമ്മുടെ സ്കൂളിൽ ഇൻ്റർനാഷണൽ കരിക്കുലമായ NEP 2020 മെത്തേഡ് അനുസരിച്ചാണ് തയ്യാർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കരിക്കുലം തയ്യാർ ചെയ്തിട്ടുള്ളത്. അതേപോലെ NCF 2022 പോളിസി പ്രകാരമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത സിലബസാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു സിലബസ്. അതാണ് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയായി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. യുവദീപ്തി KCVയും കോതമംഗലം രൂപതയുടെ വാർഷിക കൗൺസിലും തെരഞ്ഞെടുപ്പും മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ചു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. രൂപത പ്രസിഡന്റ് ജെറിൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. 14 ഫൊറോനുകളിൽ നിന്നായി 85-ൽ പരം യുവജനങ്ങൾ പങ്കെടുത്തു. മൂവാറ്റുപുഴ കാർഷികോത്സവ് 2025 മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാൾ ശ്രദ്ധേയമാകുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഡിസ്പ്ലേ ബോർഡുകൾ, ഏറ്റവും പുതിയ പദ്ധതിയായ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫിന്റെ ഡിസ്പ്ലേ ബോർഡും അടക്കം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കൂവപ്പടി റീജിയണൽ പൗൾട്രി ഫാമിൽ നിന്നുള്ള ഭക്ഷ്യയോഗ്യമായ മുട്ടകൾ സർക്കാർ വിലയായ 5.5 രൂപയ്ക്ക് ജനങ്ങൾക്ക് സ്റ്റാളിൽ വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കടാതി പടിക്ക് വീട്ടിൽ പരേതനായ ശിവരാമൻ നായരുടെ ഭാര്യ അമ്മുക്കുട്ടിയമ്മ 99 നിര്യാതയായി. സംസ്കാരം നടത്തി മക്കൾ പങ്കജാക്ഷൻ, ലീല, വിജയൻ, പരേതയായ പൊന്നമ്മ, പരേതനായ സോമൻ, പുഷ്പ, സുരേന്ദ്രൻ, മരുമക്കൾ രാമൻ നായർ, അംബിക, പ്രകാശൻ, സുധാമണി, ദാമോദരൻ. മേക്കടമ്പ് താമരശ്ശേരിയിൽ പരേതനായ പൈലിയുടെ ഭാര്യ ഏലിയാമ്മ 97 നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 10 അടാക്കാട് സെന്റ് മേരീസ് കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ നടത്തപ്പെട്ടു. മക്കൾ കുഞ്ഞമ്മ, ആലീസ്, ചിന്നക്കുട്ടി, ലീലാമ്മ, മരുമക്കൾ പരേതനായ വർഗീസ് ബ്ലൈൽ മേക്കടമ്പ്, പത്രോസ് വലിയപറമ്പിൽ വെള്ളിക്കുളങ്ങര, വർഗീസ് നിരവത്ത കൂഴൂർ, ജോയി കുര്യാക്കോസ് ഓളങ്ങാട്ട് കോലഞ്ചേരി. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം. An inspiring journey into the future. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.